ആമോസ് 6-ാം അധ്യായം 1-14 വരെയുള്ള വാക്യങ്ങൾ. സിയോനിൽ സ്വൈരികളായി, സമയാപർവ്വത്ത് നിർഭരായി, ജാതികളിൽ പ്രധാനമായതിൽ ശ്രേഷ്ഠന്മാരായി ഇസ്രായേൽഗൃഹം വന്നു ചേരുന്നവരായുള്ളവരെ, നിങ്ങൾക്കയ്യോ കഷ്ടം. നിങ്ങൾ കലനയ്ക്ക് ചെന്നു നോക്കുവിൻ. അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവിൻ. പെലിസ്ത്യരുടെ ഗഹത്തിലേക്ക് ചെല്ലുവിൻ. അവ ഈ രാജ്യങ്ങളെക്കാൾ നല്ലവയല്ലയോ? അവയുടെ ദേശം നിങ്ങളുടെ ദേശത്തെക്കാൾ വിസ്താരമുള്ളതോ? നിങ്ങൾ ദുർദിവസം അകറ്റിവെക്കുകയും സാഹസത്തിന്റെ ഇരിപ്പിടം അടിപ്പിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആനക്കൊമ്പുകൊണ്ടുള്ള കട്ടിലുകളിന്മേൽ ചാരിയിരിക്കുകയും നിങ്ങളുടെ ശയ്യകളിന്മേൽ നിവർന്നു കിടക്കുകയും ആട്ടിൻകൂട്ടത്തിൽ നിന്ന് കുഞ്ഞാടുകളെയും തൊഴുത്തിൽ നിന്ന് പശുക്കിടാക്കളെയും തിന്നുകയും ചെയ്യുന്നു. നിങ്ങൾ വീണനാദത്തോടെ വ്യർത്ഥ സംഗീതം ചെയ്ത് ദാവീദ് എന്ന പോലെ വാദിത്രങ്ങളെ ഉണ്ടാക്കുന്നു. നിങ്ങൾ കലശങ്ങളിൽ വീഞ്ഞു കുടിക്കുകയും വിശേഷ തൈലം പൂശുകയും ചെയ്യുന്നു. യോസേഫിന്റെ കേടിനെക്കുറിച്ച് വ്യസനിക്കുന്നില്ല താനും. അതുകൊണ്ട് അവർ ഇപ്പോൾ പ്രവാസികളിൽ മുമ്പരായി പ്രവാസത്തിലേക്ക് പോകും. നിവർന്നു കിടക്കുന്നവരുടെ മദ്യപാനഘോഷം തീർന്നു പോകും. യഹോവയായ കർത്താവ് തന്നെ ചൊല്ലി സത്യം ചെയ്തിരിക്കുന്നു എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ഞാൻ യാക്കോബിന്റെ ഗർവത്തെ വെറുത്ത് അവന്റെ അരമനകളെ ദോഷിക്കുന്നു. ഞാൻ പട്ടണവും അതിലുള്ളതൊക്കെയും ഏൽപ്പിച്ചു കൊടുക്കും. ഒരു വീട്ടിൽ 10 പുരുഷന്മാർ ശേഷിച്ചിരുന്നാലും അവർ മരിക്കും. ഒരു മനുഷ്യന്റെ ചാർച്ചക്കാരൻ അവനെ ദഹിപ്പിക്കേണ്ടുന്നവൻ തന്നെ. അവന്റെ അസ്ഥികളെ വീട്ടിൽ നിന്ന് നീക്കേണ്ടതിന് അവനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ അവൻ വീടിന്റെ അകത്തെ മൂലയിൽ ഇരിക്കുന്നവനോട്, നിന്റെ അടുക്കൽ ഇനിയും വല്ലവരും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് അവൻ, ആരുമില്ല എന്ന് പറഞ്ഞാൽ അവൻ, യഹോവയുടെ നാമത്തെ കീർത്തിച്ചു കൂടാകിയാൽ നീ മിണ്ടാതിരിക്ക എന്ന് പറയും. യഹോവ കൽപ്പിച്ചിട്ട് വലിയ വീട് ഇടിഞ്ഞും ചെറിയ വീട് പിളർന്നും തകർന്നും പോകും. കുതിര പാറമേൽ ഓടുമോ? അവിടെ കാളയെ പൂട്ടി ഉഴുമോ? എന്നാൽ നിങ്ങൾ ന്യായത്തെ നഞ്ചായും നീതിഫലത്തെ കാഞ്ഞിരമായും മാറ്റിയിരിക്കുന്നു. നിങ്ങൾ വസ്തുവിൽ സന്തോഷിച്ചും കൊണ്ട് സ്വന്തം ശക്തിയാൽ ഞങ്ങൾ പ്രാബല്യം പ്രാപിച്ചിട്ടില്ലയോ എന്ന് പറയുന്നു. എന്നാൽ ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളുടെ നേരെ ഒരു ജാതിയെ എഴുന്നേൽപ്പിക്കും. അവർ ഹമാത്തിലേക്കുള്ള പ്രവേശനം മുതൽ അരാബിലെ തോടുവരെ നിങ്ങളെ ഞെരുക്കും എന്ന് സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അരുളപ്പാട്. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാറിക്കുമോ.